ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അജിത്തിനെയാണ്. ഗീതാഞ്ജലി കണ്ട ഹതഭാഗ്യം. പറയൂ അജിത്ത്, എങ്ങനെയുണ്ടായിരുന്നു ഗീതാഞ്ജലി സിനിമ? വളരെ പ്രതീക്ഷയോടെ തിരക്കിനിടയിൽ വളരെ തിക്കിലും തിരക്കിൽപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി തന്നെ എടുത്ത് ബുദ്ധിമുട്ടി പോയി കണ്ട ഒരു ചിത്രമാണ് ഗീതാഞ്ജലി. വളരെ പ്രതീക്ഷയുണ്ടായിരുന്നത് കണ്ടപ്പോൾ ചാരുലത എന്ന സിനിമയുടെ ഫുൾ കോപ്പിയടിയാണ് ഇത് കണ്ടവർക്ക് മനസ്സിലായി കാണും. പ്രിയദർശൻ എന്ന് പറഞ്ഞ ഡയറക്ടർ പൊതുവെ വീരനാണല്ലോ. പ്രിയദർശൻ കോപ്പിയടി വീരനാണെങ്കിലും അദ്ദേഹത്തിന്റെ പടം കാണുമ്പോൾ നമുക്ക് കുറച്ചു നേരം എൻജോയ് ചെയ്യാം, ചിരിക്കാം എന്നൊരു ഗുണമുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കഴിവും ഈ സിനിമയിൽ കാണുന്നില്ല. അദ്ദേഹം ഈ സിനിമയിൽ കഥ ഉണ്ടാക്കാൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹവും കഥാകൃത്തും കൂടെ ഈ ചാരുലതയുടെ DVD കുറെ ഗ്രഡ്ജ് പോലുള്ള ഹൊറർ ഇംഗ്ലീഷ് സിനിമയുടെ DVD ആ വിദ്യാസാഗറിനെ പിടിച്ചിരുത്തി എല്ലാവരും കൂടെ കണ്ട് അതിൻ്റെ സീൻസ്, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ട്യൂൺസ് എല്ലാം കോപ്പി അടിച്ചൊരു തട്ടിക്കൂട്ടി ചിത്രം. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുത്ത് വെച്ചെന്ന് പറയാം. അങ്ങനെയും പറയാം. പക്ഷേ ഇതേതോ ഈ ചാരുലത എന്ന് പറഞ്ഞ സിനിമ ഏതോ തായ്ലൻഡിലെ ഏതോ എലോൺ എന്ന് പറഞ്ഞ സിനിമ അടിച്ചു മാറ്റി ഉണ്ടാക്കിയതാണെന്ന് റൂമർ കേൾക്കുന്നുണ്ടല്ലോ. അത് 100% ശരിയാണ്. പ്രിയദർശൻ ഒന്നും മനസ്സിലാകാതെ പോയി. മലയാളി സമൂഹവും ഏറെയും ഈ ചാരുലത എന്ന സിനിമ കാണാൻ ഒരുപാട് സ്കോപ്പുള്ളതാണ് എന്ന കാര്യം അദ്ദേഹം ഓർത്തില്ല. ഇവിടെയും റിലീസ് ചെയ്ത പടമാണെന്ന് അദ്ദേഹം ഓർത്തില്ല. ഇവിടുത്തുകാർ ഒരുപാട് അന്യഭാഷ ചിത്രങ്ങൾ ആരാധിക്കുന്ന കാര്യം അദ്ദേഹം ഓർത്തില്ല. പിന്നീട് ഉള്ള ഏക ആശ്വാസം ഈ പടം തുടക്കം തന്നെ മനസ്സിലാവും ചാരുലതയാണ്. പക്ഷേ എങ്കിൽ മോഹൻലാലിനെ കാണാൻ വേണ്ടി നമ്മൾ പിടിച്ചിരുന്നു. ലാലേട്ടൻ്റെ കുറേ നാൾക്ക് ശേഷമുള്ളൊരു ചിത്രമാണിത്. ഡോക്ടർ സണ്ണി എന്ന അത്ഭുത കഥാപാത്രം തിരിച്ചു വരുമെന്നൊക്കെ അറിഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെ പോയിട്ട് കണ്ട ചിത്രം. പക്ഷേ ശോഭനയെ തളച്ച നമ്മുടെ ചിത്രം. ഡോക്ടർ അതെ, ആ തിരക്കഥ കൊണ്ട് മാത്രം ഫേമസ് ആയ 5 ഭാഷകൾ റീമേക്ക് ചെയ്ത ചിത്രത്തിന്റെ, അതും പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ഒരു പാർട്ട് വന്നപ്പോൾ ആ ഒരു പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം തകർന്നടിഞ്ഞു പോയി. മോഹൻലാലിന് കൺട്രോളിൽ നിന്ന് കൈവിട്ടു പോയ അതുപോലെ തോന്നിയൊരു ഘട്ടത്തിൽ. കറക്റ്റ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കണ്ട ആർക്കും ഈ പടം വലിയ സുഖമായി തോന്നുകയില്ല. ഒരു സസ്പെൻസും ഇല്ല, ഒരു ഹൊററും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് കുറഞ്ഞ തമാശകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു ചിത്രം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ. ഏതെങ്കിലും ഒരു കഥാപാത്രം നന്നായി അഭിനയിച്ചു എന്ന് താങ്കൾക്ക് പറയാനുണ്ട് മോഹൻലാലിനപ്പുറം? അസുഖം ബാധിതനായ ക്ഷീണിതനായിരുന്നെങ്കിലും ഇന്നസെന്റ് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കോമഡിക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് നല്ലപോലെ അഭിനയിച്ചിട്ട് നല്ല കോമഡിയാണ്. പൊതുമുഖം ആയ നായിക ഇതിനകത്തിൽ അല്പം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഡബിൾ റോൾ ചെയ്തപ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പുതുമുഖമായിട്ട് ആ ഒരു കുറവുകളുണ്ട് ആ സിനിമയ്ക്ക്. പിന്നെ സിനിമയിലെ പാട്ടുകളും കോപ്പിയടിയാന്ന് കേട്ടത്. ട്യൂണുകളടക്കം കോപ്പിയടിയാണ്. ഏത് ചാരുലത എന്ന് പറഞ്ഞ സിനിമയുടെ? ചാരുലത സിനിമയുടെ പാട്ടിന്റെ കോപ്പിയടി ഉണ്ട് ഒരു പാട്ട്. പിന്നെ കോഞ്ചറിങ് എന്ന് പറഞ്ഞ സിനിമയുടെ ഫേമസ് ആയിട്ടുള്ള ട്യൂൺ വരെ ഇതിനകത്ത് കോപ്പിയടി വെച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ ഈ വക പോവുകയാണെങ്കിൽ അന്യഭാഷ സിനിമകൾക്ക് ആരാധകർ കയറും. അത് ഈ വക സിനിമകൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആകെയുള്ള ഒരു ഗുണം അല്ല, മൊത്തത്തിൽ താങ്കൾ ഈ സിനിമ അവസാനമായി മൊത്തത്തിൽ ഈ സിനിമയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? സിനിമ എബോ ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ? ഫാൻ എന്ന നിലയിൽ ആവറേജ്. പൊതുവെ ഒരു മൊത്തത്തിലുള്ള ഒരു ലോകപരാജയമായി തന്നെ കാണണം. അപ്പൊ അധിക നാള് തിയേറ്ററിൽ നിൽക്കില്ല, ഉറപ്പിക്കുക. അത് നാളെ തിയേറ്ററിൽ നിൽക്കില്ല. എങ്ങനെയാണ് തട്ടിത്തടഞ്ഞൊരു 10-30 ദിവസം നിന്നാലായി. ശരി, വളരെ നന്ദി അജിത്ത്. താങ്കൾ ഈ ഗീതാഞ്ജലി എന്ന സിനിമയുടെ റിവ്യൂ ഞങ്ങളെ പങ്കുവെച്ചത്. താങ്ക് യു വെരി മച്ച്.